മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് കേരള ഹൗസിലെത്തുന്ന ധനമന്ത്രി മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത ഭാഷണത്തിന് ശേഷമാകും മറ്റ് ചർച്ചകളിലേക്ക് കടക്കുക. കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചർച്ച കേന്ദ്ര ധനമന്ത്രിയുമായി ആയതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേരളത്തിന് ഉണർത്തിക്കാൻ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു? പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ആകുമെന്ന് കരുതാം. നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും നിർണായകമായിട്ടുള്ള ചർച്ചകൾ, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. രാവിലെ 9 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക. ഔദ്യോഗികമായൊരു ഫോർമൽ മീറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9 മണിയോടെ കേരള ഹൗസിലെത്തും. മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും പ്രഭാത ഭക്ഷണം കഴിക്കുക. ഗവർണർ ഒപ്പം ഈ കേരള ഹൗസിൽ ഉണ്ട്. ഗവർണറും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അദ്ദേഹവും ചിലപ്പോൾ ഈ ഒരു പ്രഭാത ഭക്ഷണത്തിൽ കേന്ദ്ര ധനമന്ത്രിക്കൊപ്പവും മുഖ്യമന്ത്രിക്കൊപ്പവും പങ്കുചേരും. ഈ പ്രഭാത ഭക്ഷണത്തിനും അതിനുശേഷമായിരിക്കും വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരത്തിൽ ധനമന്ത്രിയുമായുള്ള ചർച്ചകൾ നടത്തുക. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഇതിനോടകം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നയിച്ചിട്ടുള്ളത് നൽകിയിട്ടുള്ള പണത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ, പണം വിനിയോഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാനം നൽകിയിട്ടില്ല എന്ന വലിയൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മുൻപും സമാനമായി വിവിധ കേന്ദ്ര പദ്ധതികളിൽ പണം സംസ്ഥാനത്തിന് നൽകുന്നുണ്ടെങ്കിൽ പോലും ആ പണം വിനിയോഗിച്ചതിൻ്റെയും വിശദാംശങ്ങൾ, കണക്കുകൾ നൽകാത്തതിനാൽ ആ പദ്ധതിയുടെ അടുത്ത ഗഡു സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ആ കണക്കുകൾ നൽകിയിട്ടില്ല എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ലഭിച്ചില്ല എന്ന വലിയ ആരോപണങ്ങൾ തുടർച്ചയായി സംസ്ഥാനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ തേടി പോകുമ്പോഴാണ് മുൻപ് നൽകിയിട്ടുള്ള പണത്തിൻ്റെ ആ പണം വിനിയോഗിച്ചതിൻ്റെ കണക്കുകൾ തിരിച്ചു നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അടുത്ത ഗഡുക്കൾ സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കാത്തത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നിർണായകമായ ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം നിലവിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള ചൂരൽമലയിലുണ്ടായിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട് അതിന് കേന്ദ്രം വായ്പാ സഹായം നൽകിയിട്ടുണ്ട്. ആ വായ്പ വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി നീട്ടി നൽകണം എന്നത് സംബന്ധിച്ചൊരു ആവശ്യം സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ കേന്ദ്രത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ആ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തും. ഒപ്പം ആശാപ്രവർത്തകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ചർച്ച നടക്കുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഇന്നലെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടി കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊരു ചർച്ച ഇന്ന് മുഖ്യമന്ത്രി ധനമന്ത്രിയുമായി ഈ ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ നടത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട്, ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക മുഴുവൻ ഇതിനോടകം തന്നെ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നും ഒപ്പം ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനവും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നലെ പാർലമെന്റിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി സംസാരിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചൂരൽമല, മുണ്ടക്കൈ ആ പ്രളയബാധിത മേഖലയ്ക്ക് നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വായ്പ വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം തീർച്ചയായും മുഖ്യമന്ത്രി ഉന്നയിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9 മണിയോടെ കേരള ഹൗസിലെത്തും. പ്രഭാത ഭക്ഷണം മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും. ഗവർണറും ഇന്ന് കേരള ഹൗസിലുണ്ട്. ഇന്നലെ രാത്രി ഗവർണർ മുഖ്യമന്ത്രിക്കും ഒപ്പം കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും കേരള ഹൗസിൽ അത്താഴ വിരുന്നൊരുക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൻ്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കൊപ്പവും കേരളം നിലവിൽ ഇപ്പോൾ കേരളം തൻ്റെ സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഏത് ആവശ്യങ്ങൾക്കൊപ്പവും പ്രവർത്തനങ്ങൾക്കൊപ്പവും ഉണ്ടാകും എന്ന ഉറപ്പും ഗവർണർ നൽകിയിരുന്നു. വീണ. ഓക്കെ.